لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم إن جهنم كانت مرصادا للطاغين مآبا لابثين فيها أحقابا لا يذوقون فيها بردا ولا شرابا إلا حميما وغساقا جزاء وفاقا إنهم كانوا لا يرجون حسابا وكذبوا بآياتنا كذابا وكل شيء أحصيناه كتابا فذوقوا فلن نزيدكم إلا عذابا. സ്നേഹമുള്ള സത്യവിശ്വാസിനികളെ പരമകാരുണികനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി സൂക്ഷ്മതയോടുകൂടെ ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിനും ധാരാളം മുന്നൊരുക്കങ്ങൾ നമ്മൾ നടത്താറുണ്ട്. നാം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം വിജയകരമായി തീരാൻ വേണ്ടിയാണ് അങ്ങനെയുള്ള മുന്നൊരുക്കങ്ങൾ നേരത്തെ കാലത്ത് തന്നെ നാം ഒരുക്കി വെക്കാറുള്ളത്. ഇതുപോലെ
നാളെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ അതിനുള്ള മുന്നൊരുക്കങ്ങൾ നിർബന്ധമായതും ഐച്ഛികമായതുമായ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ആ ഒരു മുന്നൊരുക്കത്തിലൂടെ ജീവിക്കുകയും അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകുകയും ചെയ്താൽ സ്വർഗമാകുന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നാളെ പരലോകത്ത് സ്വർഗം കിട്ടാനും അതിനു മുമ്പ് വിചാരണയിൽ വിജയികളായി തീരാനും നല്ല രൂപത്തിൽ മരിക്കാനുമൊക്കെയുള്ള ഒരു അവസരമാണ് പരിശുദ്ധ റമദാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. വളരെ പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്ന നോമ്പ് നമ്മളിലേക്ക് ആഗതമായി. 20ഓളം നോമ്പുകൾ നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയി. അതിൻ്റെ അവസാനത്തെ 10ലാണ് അല്ലെങ്കിൽ അവസാനത്തെ സമയത്തിലാണ് നമ്മളൊക്കെ ഒരുമിച്ചിരിക്കുന്നത്. പൂർത്തീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നന്മ നിറഞ്ഞ ജീവിതവുമായി മുന്നോട്ട് പോകാനുള്ള അവസരങ്ങളുടെ കലവറയാണ് പരിശുദ്ധ റമദാൻ. അതിൻ്റെ പരിപാവനമായ രാപ്പകലുകൾ ഒന്നൊന്നായി കൊഴിഞ്ഞുപോയി. ഇപ്പോൾ നാം ഉള്ളത് ഏറ്റവും നിർണായകമായ അതിവിശിഷ്ടമായ അവസാനത്തെ 10ലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. ഈ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കാണിച്ചു തന്നിട്ടുണ്ട്. ആരാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. പ്രവാചകൻ അത് കാണിച്ചു തന്നിട്ടാണ് ചെയ്യാൻ പറയുന്നത്. കൂടുതൽ വിശദീകരണങ്ങളില്ലാതെ ഈ അവസാനത്തെ 10 എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നതിലേക്ക് കടക്കുകയാണ്. അവസാനത്തെ 10മായി ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. അതെല്ലാം റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിരി മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 മറ്റൊരു കാലത്തും ചെയ്യാത്ത വിധത്തിൽ ആരാധന കർമ്മങ്ങളിൽ കഠിനാധ്വാനം ചെയ്യാറുണ്ടായിരുന്നു എന്നതാണ്. മറ്റൊരു മാസങ്ങളിലും ഇരിക്കാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിന്റെ അവസാനത്തെ 10 കൂടുതൽ അമലുകളിൽ മുഴുകി അല്ലാഹുവിന്റെ റസൂൽ അതിനു വേണ്ടി ഒഴിഞ്ഞിരിക്കാറുണ്ടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. അൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത് കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല അൽ അശ്റു ശദ്ദ മിഅ്ദറ വഅഹിയ ലൈലഹു വഅയ്ഖള അഹ്ലഹു. അവസാനത്തെ 10 ആയി കഴിഞ്ഞാൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടുമുണ്ട് മുറുക്കിയെടുക്കും, രാത്രിയെ ആരാധനകൾ കൊണ്ട് സജീവമാക്കും, വീട്ടുകാരെ വിളിച്ചുണർത്തും. അവിടെ ആ പ്രയോഗം അമല് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ് അല്ലാഹുവിന്റെ റസൂൽ നടത്തുകയാണ്. മാത്രമല്ല അമലുകൾ കൊണ്ട് രാത്രിയെ സജീവമാക്കും. അതിനുവേണ്ടി വീട്ടുകാരെ വിളിച്ചുണർത്തുകയും ചെയ്യും. മഹാനായ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ,
അള്ളാഹുവിന്റെ റസൂൽ ഉലുൽ അസ്മുകളിൽപ്പെട്ട ഒരു പ്രവാചകനാണ്. ഉലുൽ അസ്മുകളായ 5 പ്രവാചകന്മാരിൽ ആ 5-ൽ ശ്രേഷ്ഠനായ ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനാണ് പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10-ൽ ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഞാനും നിങ്ങളും എത്രമാത്രം പ്രവർത്തിക്കേണ്ടി വരും എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. വിശ്വാസികളെ, നമ്മുടെ ജീവിതം നമ്മൾ ഓരോരുത്തരും പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് സങ്കടം വരും, ആവലാതി ഉണ്ടാകും, വേവലാതി ഉണ്ടാകും. അത്രമേൽ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ വന്നുപോയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. നാം ഓരോരുത്തരും നമ്മുടെ ഈ ദിവസങ്ങളിൽ ഒന്ന് ആലോചിക്കുക, അള്ളാഹുവിനെ വിളിക്കുക. റബ്ബേ, എൻ്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ എനിക്ക് കണക്കാക്കാൻ സാധ്യമല്ല, അബദ്ധങ്ങളെ എനിക്ക് കണക്കാക്കാൻ സാധ്യമല്ല. അല്ലാഹുമ്മഗ്ഫിർ, പടച്ചോനെ എനിക്ക് നീ പുറത്തു തരണേ അല്ലാഹുവേ. അല്ലാഹുവേ, നീ അല്ലാതെ പൊറുക്കാൻ ആരുമില്ല. കാരണം ഗഫാർ നീയാണ് റബ്ബേ, തവ്വാബ് നീയാണ് റബ്ബേ, തവ്വാബായ ഗഫാറായ റബ്ബേ. എൻ്റെ പാപങ്ങളെല്ലാം ഈ പരിശുദ്ധ റമദാനിന്റെ ഈ രാപ്പകലുകൾ കൊണ്ട്, അതിന്റെ മഹത്വം കൊണ്ട്, ഈ നോമ്പ് കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ എന്ന് പറയാൻ മാത്രം നമ്മുടെ മനസ്സ് വിശാലമാകണം. അതിനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രൂപത്തിൽ നമുക്കത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അത് നമുക്ക് കാണിച്ചു തരികയാണ്. ഇനി നിങ്ങൾ നോക്ക്, കഴിഞ്ഞുപോയ കുറെ ദിവസങ്ങൾ എത്രമാത്രം നമ്മൾ പ്രയോജനപ്പെടുത്തി. പരിശുദ്ധ റമദാനിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തവരാണോ നമ്മൾ എന്നാലോചിക്കണം. ഖുർആന്റെ പാരായണവും രാത്രി നമസ്കാരവും ദാനധർമ്മങ്ങളും എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ പുലർത്തി ധന്യമാക്കിയിട്ടുണ്ട് എന്ന് നാം ഓർമ്മപ്പെടുത്തണം. ആരാ സഹോദരങ്ങളെ ഇതൊക്കെ നമുക്ക് നൽകിയത്? ആരോഗ്യം നൽകിയത് ആരാണ്? പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ലേ, ഫൽയൻദുറിൽ ഇൻസാനു മിമ്മാ ഖുലിഖ മിമ്മാ ഇൻദാഫിക്. നമ്മൾ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് നിങ്ങളൊന്ന് നോക്കിക്കാണണം. ഫൽയൻദുറിൽ ഇൻസാനു മിമ്മാ ഖുലിഖ, മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചു എന്നത് നോക്കിക്കാണണം എന്നാണ്. ഖുലിഖ മിമ്മാ ഇൻദാഫിക്, തെറിച്ചു വീഴുന്ന വെള്ളത്തുള്ളിയിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് കാണുന്ന ഈ ആരോഗ്യമുള്ള, നല്ല തടിയുള്ള, അതേപോലെ മറ്റു രോഗങ്ങളോ പ്രയാസങ്ങളോ ഇല്ലാത്ത നല്ല ഒരു ഭംഗിയുള്ള ശരീരത്തെ ഉണ്ടാക്കിയെടുത്തത് എന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. ലക്ഷക്കണക്കിന് വരുന്ന ബീജഗണങ്ങളിൽ നിന്ന് ആരോഗ്യമുള്ള ഒരു ബീജഗണത്തെ ഉമ്മയുടെ അണ്ഡം സ്വീകരിച്ചു കൊണ്ടുപോയി ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ ആ ഭിത്തികളിൽ അള്ളിപ്പിടിപ്പിച്ചുകൊണ്ട് 9 മാസവും 10 ദിവസവും കഴിയുമ്പോഴേക്കും ഒരു ചോര പൈതലിനെ പുറത്തേക്ക് കൊണ്ടുവന്നതിന്റെ പിന്നിൽ അത്ഭുതകരമായ ഒരു സൃഷ്ടിപ്പ് നടന്നിട്ടുണ്ട്. ആ സൃഷ്ടിപ്പ് നടത്തിയവനെയാണ് സൃഷ്ടാവ് എന്ന് പറയുന്നത്. അവനാണ് നമ്മുടെ നാഥൻ അല്ലാഹു. ആ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നോക്കൂ നിങ്ങൾ, നമ്മുടെ കരങ്ങളിലേക്ക് സമ്പത്ത് നൽകിയത് അല്ലാഹുവാണ്. എത്രയോ ആളുകൾ ഇപ്പോഴും പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഈ റമദാനിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. വരാനിരിക്കുന്ന പെരുന്നാളിൽ സങ്കടത്തോടുകൂടെ ഒന്നുമില്ലാതെ ഇരിക്കുന്ന ആളുകളുണ്ട്. പ്രിയമുള്ളവരെ, അവരെ അപേക്ഷിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വീട് നൽകിയല്ലോ, കുടുംബം നൽകിയല്ലോ, സന്താനങ്ങളെ നൽകിയല്ലോ, സമ്പത്ത് നൽകിയല്ലോ, സൗകര്യങ്ങൾ നൽകിയല്ലോ. എങ്കിൽ അതെല്ലാം കുറച്ചെങ്കിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ ഈ റമദാനിൽ നമുക്ക് സാധിച്ചിട്ടില്ലേ? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതല്ല, ഈ നോമ്പെന്ന് പറഞ്ഞാൽ കുറേയേറെ ഭക്ഷണം ഉണ്ടാക്കി അതൊരു ഭക്ഷ്യമേളയുടെ, തീറ്റയുടെ, ഉറക്കത്തിന്റെ, ആലസ്യത്തിന്റെ നിമിഷങ്ങളായി മാറ്റിയോ നമ്മൾ ആരെങ്കിലും? ആലോചിക്കണം, ചിന്തിക്കണം. കഴിഞ്ഞുപോയ 20 നോമ്പുകൾ, ആ നോമ്പുകൾ അങ്ങനെയാണോ മാറ്റിയത്? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇനിയുള്ള 10 ദിവസം ആ കുറവുകളെങ്കിലും അള്ളാഹുവിൽ ഏറ്റുപറഞ്ഞ് അതെല്ലാം ഇല്ലാതാക്കുന്ന രൂപത്തിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിലേക്ക് നമുക്ക് മടങ്ങണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ അവസാനത്തെ 10 ധാരാളം പ്രത്യേകതകളുണ്ട്. ഇതെല്ലാം നൽകിയിട്ട് ഇതൊന്നും ഉപയോഗപ്പെടുത്താതെ അവസാനം
എല്ലാം നശിച്ചവന്റെ കൂട്ടത്തിൽ നമ്മൾ പെട്ടാൽ നമുക്കുള്ളത് നരകമാണ് പ്രിയമുള്ളവരെ. അതാണ് ഞാൻ ഓതി വെച്ചത് സൂറത്തു നബയിന്റെ അവസാന ഭാഗങ്ങളിലുള്ള ആയത്ത്, ഇന്ന ജഹന്നമ കാനതു മിർസദാ ലിത്താഗീന മഅബ ലാബിസീന ഫീഹാ ഖാബ ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബ. തോന്നിവാസികളുടെ പതിസ്ഥാനമാണ്, കാലങ്ങളോളം അതിൽ കഴിയേണ്ടി വരും. പൊള്ളലേൽക്കുക എന്ന് പറഞ്ഞാൽ അസഹ്യമാണ് പ്രിയമുള്ളവരെ. അതിന്റെ വേദന നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. നമ്മുടെ ശരീരത്തിന്റെ തൊലിയും മാംസങ്ങളും തീനാളങ്ങൾ കവർന്നാൽ അത് നമുക്ക് സഹിക്കാൻ പറ്റാത്തതാണ്. അതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി ചൂടുള്ളതാണ് നരകം. ആ നരകത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ മലക്കുകളാൽ നമ്മെ എറിയപ്പെട്ടാൽ, അവന്റെ മലക്കുകൾ ആ നരകത്തിലേക്ക് നമ്മെ എറിഞ്ഞാൽ, പ്രിയമുള്ളവരെ രക്ഷപ്പെടുത്താൻ ആരും ഉണ്ടാവുകയില്ല. അവിടെ തിന്നാനും കുടിക്കാനും ഒന്നും ഉണ്ടാവുകയില്ല. പക്ഷേ നരകത്തിൽ തിന്നാനും കുടിക്കാനും ഉണ്ട്. പക്ഷെ നമുക്കതൊരിക്കലും ഉപകാരമുള്ളതല്ല പ്രിയമുള്ളവരെ. ആ നരകത്തിൽ നിന്ന് കുടിക്കാൻ കിട്ടുന്നത് നമ്മുടെ ശരീരത്തിൽ ഒലിച്ചിറങ്ങുന്ന ചോരയും ചലവും കലർന്ന ഇടകലർന്ന ദുർഗന്ധം വമിക്കുന്ന ചൂടുള്ള ആ വെള്ളമാണ്. ഒട്ടും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് നമുക്ക് കുടിക്കാൻ കിട്ടുന്നത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയൊരു അവസരത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, നമ്മൾ കേട്ട ആയത്താണ്, വീണ്ടും വീണ്ടും പഠിക്കണം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. നിർണയത്തിന്റെ രാത്രിയിലാണ് പരിശുദ്ധ ഖുർആനിനെ ഇറക്കിയത്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. എന്താണ് നബിയെ, താങ്കൾക്ക് എന്തറിയാം ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ? നിർണയത്തിന്റെ രാത്രി എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് എന്തറിയാം നബിയെ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസത്തിനേക്കാൾ പുണ്യമുള്ള രാത്രിയാണ്. ആ രാത്രി വരുന്ന, ആ രാത്രി ഉൾക്കൊള്ളുന്ന ദിവസങ്ങളാണ് അവസാനത്തെ 10. അത് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. പ്രാർത്ഥനയോടുകൂടെ രാത്രിയിൽ പള്ളിയിലേക്ക് വരാൻ, രാത്രി നമസ്കാരത്തിൽ പള്ളിയിലേക്ക് വരാൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം, ആ മഹാനുഭാവൻ അവസാനത്തെ 10 ഇഅ്തികാഫിരുന്നത് പോലെ പൂർണ്ണമായി ഇഅ്തികാഫിരിക്കാൻ നമുക്ക് കഴിയണം. അതാണ് ഏറ്റവും നല്ലത്, ഏറ്റവും സുന്നത്തായ കാര്യവും അത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് മഗ്രിബ് മുതൽ ഇൻഷാ അല്ലാഹ് ഇനിയുള്ള 10 ദിവസം മുഴുവനായിട്ട് നമ്മൾ ഇരിക്കണം. പൂർണ്ണമായി ഇഅ്തികാഫിരിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് രാത്രി, ഇന്ന് മഗ്രിബ് മുതൽ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് അതിനു വേണ്ടി ഒരുങ്ങി 10 ദിവസത്തിനായിട്ട് വരണം. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മനസ്സുകൊണ്ട് ഒരു 10 ദിവസം ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ, ജോലിക്ക്, നമ്മുടെ ജോലിയിൽ പ്രയാസങ്ങളില്ല എങ്കിൽ, മറ്റു ബുദ്ധിമുട്ടുകളില്ല എങ്കിൽ, ആ 10 ദിവസം അള്ളാഹുവിന് നാളെ പരലോകത്ത് നമുക്ക് വേണ്ടി അള്ളാഹുവിന്റെ മുന്നിൽ വചനമിരിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, അള്ളാഹുവിന്റെ റസൂൽ ഇരുന്നത് പോലെ ഇരുന്നാൽ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തിനേക്കാൾ പുണ്യമുള്ള രാത്രി നമുക്ക് കിട്ടും. എന്താ അതിന്റെ പ്രത്യേകത എന്നറിയോ? തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. അന്നാണ് അല്ലാഹുവിന്റെ കൽപ്പനകളുമായി മലക്കുകൾ കടന്നു വരുന്നത്. എത്രത്തോളം മലക്കുകൾ ഉണ്ടാകുന്നറിയോ? 10 മലക്കുകളാണോ? അല്ല. 1000 ആണോ? അല്ല. 10000 ആണോ? അല്ല. കോടാനക്കോടിയാണോ? അല്ല. വഇന്നൽ മലായികത തിൽകൽ ലൈലത അക്തറു ഫിൽ അർളി മിൻ അദദിൽ അസാ. അങ്ങനെയാണ്. ഭൂമിയിലെ മണൽത്തരികളെക്കാൾ അധികമായിരിക്കും മലക്കുകൾ. ഭൂമിയിലെ മണൽത്തരികളെക്കാൾ. ഇപ്പൊ എത്രയാ മലക്കുകൾ, എത്രയാ മലക്കുകൾ! ഭൂമിയിലെ മണൽത്തരികൾ നമുക്ക് എണ്ണാൻ പറ്റുമോ? ഏയ്, ഒരു കാൽപാദം വെച്ച് ആ കാൽപാദത്തിന്റെ മുകൾ മുതൽ താഴ്ഭാഗം വരെയുള്ള മണൽത്തരികൾ എണ്ണാൻ പറ്റുമോ? പറ്റുമോ? എങ്കിൽ ഭൂമിയിലെ മണൽത്തരികൾ എത്രയാണ്? അത്രയും മണൽത്തരികൾ റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ മലക്കുകൾ ഇങ്ങനെ ഭൂമിയിലേക്ക് വരുന്ന സമയമാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ അങ്ങനെ വന്നാൽ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, റബ്ബിനോട് പ്രാർത്ഥിക്കും. അന്ന് രാത്രി നമസ്കാരത്തിൽ പങ്കെടുത്താൽ, ഇഅ്തികാഫിൽ പങ്കെടുത്താൽ, തസ്ബീഹുകളും തഹ്ലീലുകളും തക്ബീറുകളും തഹ്മീദുകളും പ്രാർത്ഥനകളും ഖുർആൻ പാരായണവുമായി കഴിച്ചു കൂട്ടുകയാണെങ്കിൽ അവർക്കൊക്കെ ഈ സമാധാനം ഉണ്ടാകും. മാത്രമല്ല, സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, പുലരുവോളം അന്ന് സമാധാനമാണ്. ആ ഒരു സമാധാനം കിട്ടാൻ പ്രിയമുള്ളവർ ലോകത്ത് എവിടെ പോയിരുന്നാലും കിട്ടില്ല, എവിടെ പോയിരുന്നാലും കിട്ടില്ല. നിങ്ങൾ ആലോചിച്ചോളി,
ദുനിയാവിൽ എവിടെ പോയിരുന്നാലും കിട്ടില്ല. ആ ഒരു സമാധാനം കിട്ടുന്ന സമയമാണ് അവസാനത്തെ 10ഉം അവസാനത്തെ 10ലെ ഒറ്റപ്പെട്ട രാത്രികളും. ഒറ്റപ്പെട്ട രാത്രികളിൽ സാധ്യതയുള്ളത് ഒറ്റപ്പെട്ട രാത്രികളിലാണ് ലൈലത്തുൽ ഖദ്ർ കിട്ടാൻ സാധ്യതയുള്ളത് എന്നും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ അതിനൊക്കെ ഒന്ന് തയ്യാറെടുക്കുക. അതുപോലെ അവസാനത്തെ 10ൽ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. അത് ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ റമദാനിൽ ഫുള്ളും അന്നഹ ഖാലത് യാ റസൂലല്ലാഹ് അറഅയ്ത ഇൻ വഫഖതു ലൈലത്തുൽ ഖദ്രി മാ അദ്ഉ ഖാല തഖൂലീന അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ലൈലത്തുൽ ഖദ്ർ ഏത് ദിവസമാണെന്ന് പ്രവാചകനോട് ചോദിക്കണം. അത് ആദ്യഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് ഉണ്ടായിരുന്നില്ല. പിന്നീട് ആ രാത്രി ഏതെന്ന് അറിയിക്കപ്പെട്ടെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ അത് മറന്നുപോയി. രണ്ടാളുകൾ തമ്മിൽ പരസ്പരം അടികൂടുന്നത് കണ്ട് അവർക്കിടയിൽ ഇടപെട്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അത് മറന്നുപോയി. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കാണ്, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചുകൊണ്ട് മഹാന ആയിഷ റളിയല്ലാഹു അൻഹ ലൈലത്തുൽ ഖദ്ർ കണ്ടാൽ, അതാണെന്ന് ബോധ്യമായാൽ എന്തു പറയണമെന്നാണ്. അടയാളങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ട രാത്രി ഇന്ന ദിവസം ലൈലത്തുൽ ഖദ്ർ ആണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹക്ക് ബോധ്യമായാൽ ഞാൻ എന്താണ് നബിയെ പറയേണ്ടത് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പറയണമെന്നാണ്. അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ചോനെ, നീ ഏറെ പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണേ എന്ന രൂപത്തിലുള്ള ആ ഒരു പ്രാർത്ഥന മഹദി ആയിഷ റളിയല്ലാഹു അൻഹക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കാണ്. പറഞ്ഞു വന്നത്, ഇൻഷാ അല്ലാഹ് പ്രാർത്ഥനകളൊക്കെ വർദ്ധിപ്പിച്ച് ഇനിയുള്ള സമയം പരമാവധി ഉപയോഗപ്പെടുത്തുക, ഒരുങ്ങുക. മരണം നമ്മുടെ മുന്നിലുണ്ട്. സഹോദരങ്ങളെ, എത്ര ആരോഗ്യമുള്ള ആളുകളാണെങ്കിലും അത് ഏത് രൂപത്തിലാണ്, എവിടെയാണ്, എങ്ങനെയാണ് നമുക്ക് ആർക്കും അറിയില്ല. ചിന്നിച്ചെതറിയിട്ടാണോ, നല്ല രീതിയിലാണോ, വെള്ളം കുടിച്ചിട്ടാണോ, അല്ലാതെയാണോ, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ ഒരു മരണം വരുന്നതിന് മുമ്പ്, മരണം വന്നെത്തുന്നതിന് മുമ്പ് ഉള്ള ഒരുക്കം നന്നാകാൻ ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. ഈ ദിവസം നമ്മൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇഅ്തികാഫിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു. ഇഅ്തികാഫിന് ചില നിബന്ധനകളുണ്ട്. ഇഅ്തികാഫ് സുന്നത്താണ്. എന്നാൽ 10 ദിവസം ഇഅ്തികാഫ് ഇരിക്കാൻ തീരുമാനിച്ചാൽ അത് നിർബന്ധമായി. അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കണം എന്ന ലക്ഷ്യത്തോടുകൂടെ ആരാധന കർമ്മങ്ങളിൽ മുഴുകി ഭക്തിപൂർവ്വം പള്ളിയിൽ കഴിച്ചു കൂട്ടുന്നതിനാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. അവസാനത്തെ 10ൽ പൂർണ്ണമായി ഇരിക്കലാണ് ഏറ്റവും നല്ലത്. എന്നാൽ ചില ആളുകൾ രാത്രി ഇഅ്തികാഫ് ഇരിക്കാറുണ്ട്, ചില ആളുകൾ പകൽ ഇഅ്തികാഫ് ഇരിക്കാറുണ്ട്. അതൊക്കെ അനുവദനീയമാണ്. ഓരോ മനുഷ്യനും അവരുടെ ജീവിതത്തിൽ ഏത് സമയം എങ്ങനെയാണോ ക്രമപ്പെടുത്തുന്നത്, ആ ക്രമപ്പെടുത്തിയ സമയത്ത് അവർക്ക് പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കാവുന്നതാണ്. ഏറ്റവും നല്ലത് പൂർണ്ണമായി ഇരിക്കലാണ് എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചക ജീവിതത്തിലൂടെ നമുക്കത് കാണിച്ചു തന്നു. ഇൻഷാ അല്ലാഹ് അപ്പം ആ രൂപത്തിൽ കഴിയുന്നത് പറ്റുമെങ്കിൽ അവസാനത്തെ 10 പൂർണ്ണമായി ഇരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അതല്ലെങ്കിൽ ഇപ്പം പകലൊക്കെ നമ്മുടെ ജോലിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഉണ്ടെങ്കിൽ 10 ദിവസം നീണ്ട ലീവ് എടുത്താൽ ജോലിയെ ബാധിക്കുമെങ്കിൽ, നമ്മുടെ വരുമാനത്തെ ബാധിക്കുമെങ്കിൽ അതറിയുന്ന റബ്ബുണ്ടല്ലോ, നമ്മുടെ നിയ്യത്ത് അറിയുന്ന റബ്ബുണ്ടല്ലോ. അതുകൊണ്ട് ആ പകൽ സമയം കഴിഞ്ഞ്
ബാക്കിയുള്ള സമയം മുഴുവനും പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കാൻ എന്ന നെയ്യത്തോടുകൂടി വന്നിരുന്നാലും എപ്പോൾ മുതൽ ഇരുന്ന് നമ്മൾ പള്ളിയിൽ നിന്ന് പോകുന്നുവോ അതുവരെയുള്ള ആ സമയത്തിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകും എന്നുള്ളതാണ് എഴുത്തിക്കാഫുമായി ബന്ധപ്പെട്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. ഇനി പള്ളിയിലേക്ക് എഴുത്തിക്കാഫിന് വന്നാൽ 10 ദിവസം പൂർണ്ണമായിട്ട് ഇരിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ രാത്രി പൂർണ്ണമായിട്ട് ഇരിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ചില ഹുക്കുമുകൾ കൂടി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. റമദാനിന്റെ പകലിൽ ഇണയുമായി ചേരൽ ഹറാമാണ്, പാടില്ലാത്തതാണ്. എന്നാൽ രാത്രി അവർക്ക് അനുവദനീയമാണ്. എന്നാൽ 10 ദിവസം പൂർണ്ണമായി ഇഅ്തികാഫിരിക്കാൻ തീരുമാനമെടുത്താൽ അവർക്ക് ഇണയുമായി രാത്രിയിൽ പോലും ഇടപെടാൻ പാടില്ല എന്നതാണ് അതിന്റെ ഹുക്കം. നോക്ക് നിങ്ങൾ, അത്രമേൽ നമ്മുടെ മനസ്സും ശരീരവും അള്ളാഹുവിൽ ഏൽപ്പിച്ചുകൊണ്ടാണ് ആ ഇഅ്തികാഫ് എന്ന കർമ്മത്തിന് നമ്മൾ തയ്യാറെടുക്കുന്നത്. ഇനി അതെല്ലാം ഒരാള് രാത്രിയിലാണ് വരുന്നത് എങ്കിൽ പോലും അവർക്ക് ഈ ഹുക്മ് ബാധകമാണ് എന്നാണ് ആ വിഷയത്തെ സംബന്ധിച്ച് പഠിപ്പിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഓർത്തും മനസ്സിലാക്കിയും ഇഅ്തികാഫിരിക്കാൻ നമ്മൾ തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇനി അതിനും കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ഖിയാമുൽ ലൈലിൽ പങ്കെടുക്കാം. അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിരിക്കുകയും ഖിയാമുൽ ലൈൽ നടത്തുകയും ചെയ്തതായൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയിൽ 2 മണിക്ക് ഖിയാമുൽ ലൈൽ ആരംഭിക്കും. അപ്പൊ അതിന് ആ ഖിയാമുൽ ലൈൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആ സമയത്ത് അതിനേക്കാൾ കുറച്ച് മുമ്പ് വന്ന് ആ ഖിയാമുൽ ലൈൽ പങ്കെടുക്കാൻ നമ്മൾ തയ്യാറാവുക. അതിൽ പങ്കെടുത്ത് സുബഹി വരെ അത്താഴത്തിനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ടാകുമെന്നാണ് അറിഞ്ഞത്. അത്താഴവും കഴിച്ച് സുബഹി നമസ്കാരം കഴിഞ്ഞ് പ്രാർത്ഥനയും കഴിഞ്ഞ് പോകാനുള്ള സൗകര്യം ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പള്ളിയിൽ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്. അല്ലാഹു അതിനുവേണ്ടി പണിയെടുത്തവർക്കും അതിനുവേണ്ടി നൽകിയവർക്കും ഒക്കെ തക്കതായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി പള്ളിയിൽ വന്നിരുന്നാൽ വളരെയധികം ശ്രദ്ധിക്കണം. അനാവശ്യമായ വർത്തമാനങ്ങളൊന്നും പറഞ്ഞിരിക്കാൻ പറ്റില്ല. ഒരു ഭൗതിക വർത്തമാനത്തിൽ ഇടപെടാൻ പാടില്ല എഴുത്തിക്കാപ്പിന് ഇരിക്കുന്ന ആളുകൾ. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ നോക്കിക്കൊണ്ടിരിക്കുക, കംപ്ലീറ്റ് മൊബൈലിൽ ഇരിക്കുക, എഴുത്തിക്കാപ്പിലാണ്, അതും പറ്റില്ല. കിടത്തിക്കാഫ് പറ്റും, അതും പറ്റില്ല. അതാണ് മനസ്സിലായില്ലേ? പള്ളിയിൽ വന്ന് ഫുൾ ഉറക്കം, സുബഹി മുതൽ ളുഹർ വരെ ഒരു ഉറക്കം, ളുഹർ മുതൽ അസ്ർ വരെ ഒരു ഉറക്കം, അസ്ർ മുതൽ മഗ്രിബിന്റെ കുറച്ച് മുമ്പ് വരെ ഉറക്കം. കാരണം അതിന് കുറച്ച് മുമ്പ് ഉണരണല്ലോ അല്ലേ? അതും പറ്റില്ല. അതിനർത്ഥം ഉറങ്ങണ്ടെന്നല്ല, ഉറങ്ങാം, ആരാധനകൾ ചെയ്യാം, എല്ലാം വേണം. നമ്മുടെ ശരീരത്തെ പ്രയാസപ്പെടുത്തരുത്. അപ്പൊ റെസ്റ്റ് എടുത്ത് അമലുകളിൽ പങ്കെടുത്ത് സുന്നത്തായ കാര്യങ്ങൾ ചെയ്ത് ഖുർആൻ ഓതി പ്രാർത്ഥനകൾ പിന്നടത്തി തസ്ബീഹുകളും തഹ്ലീലുകളും ദിക്റുകളും ചൊല്ലി അങ്ങനെയാണ് ഇഅ്തികാഫിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നടത്തേണ്ടത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പരമാവധി ആ വിഷയത്തിൽ എന്ത് ചെയ്യുക, വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളും നോക്കേണ്ടതുമായ കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയൊക്കെ എന്ത് ചെയ്യുക, ആ സമയത്ത് മാറ്റി. എന്നാൽ മാത്രമേ ആ ഒരു പൂർണ്ണമായ ഒരു നമുക്ക് ഇഅ്തികാഫിന്റെ പുണ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ഇങ്ങോട്ട് വരുമ്പോൾ കുറേ ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പള്ളിയിൽ വരുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ഒരു മകൻ ഒരു ആക്സിഡൻറ്റ് പറ്റി. അൽഹംദുലില്ലാഹ് വലിയ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ. എന്നിരുന്നാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. ആ സഹോദരൻ്റെ ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു സഹോദരൻ ശാരീരികമായ പ്രയാസങ്ങളിൽ ഇന്ന് ഓപ്പറേഷന് വേണ്ടി വിധേയമാവുകയാണ്. വേറെ ഒരു സഹോദരൻ ഇന്ന് രാവിലെ വിളിച്ചുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും അള്ളാഹുവിൻ്റെ മതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരും ചെലവഴിക്കുന്നവരുമായ ആളുകളാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ എല്ലാം പ്രയാസങ്ങൾ അള്ളാഹു ശിഫ നൽകി അവർക്ക് സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായ ധാരാളം ആളുകളുണ്ട്. അവർക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധ റമളാനിൽ ഇനിയുള്ള 10 ദിവസം ഈമാനോടുകൂടെ അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് റഹ്മാനെ ഞങ്ങൾക്ക് നീ നൽകണം. റഹ്മാനെ, അള്ളാഹുവെ, ഇഅ്തികാഫിരിക്കാനുള്ള ഒരവസരം ഞങ്ങൾക്ക് നീ നൽകണം. റഹ്മാനെ, അള്ളാഹുവെ, ഖിയാമുൽ ലൈലിൽ പങ്കെടുക്കാൻ തൗഫീഖ് നൽകണം. റഹ്മാനെ, അള്ളാഹുവെ, ഈമാനോടുകൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. റഹ്മാനെ,
അള്ളാഹുവേ, പരിശുദ്ധ ഖുർആൻ അത് ദിവസവും വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും തൗഫീഖ് നൽകണം റഹ്മാനെ. അള്ളാഹുവേ, ഈ റമദാൻ കഴിയുന്നതോടെ ഈ റമദാനിൽ ഞങ്ങൾ നേടിയെടുത്ത ഒരു ഇഖ്ലാസ്, ഈമാൻ അത് മരണം വരെ നിലനിർത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അള്ളാഹുവേ, തോന്നിവാസങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തില്ല റഹ്മാനെ. നിന്റെ കോപത്തിന്റെ വിധേയന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തില്ല റഹ്മാനെ. മാതാപിതാക്കളുടെ തൃപ്തി കരസ്ഥമാക്കിയ നല്ല മക്കളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അള്ളാഹുവേ, നാളെ പരലോകത്ത് സ്വർഗം ലഭിക്കുന്ന സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അള്ളാഹുവേ, പരിശുദ്ധ റമദാനിന്റെ സമയത്ത് പോലും നിരന്തരമായി ഇസ്ലാമിക സമൂഹത്തെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് റഹ്മാനെ. ഈ റമദാനിൽ നോമ്പെടുത്തു കൊണ്ടിരിക്കുന്ന മുസ്ലാമിക സമൂഹത്തിനെതിരെ അക്രമം നടത്തി അതിലൂടെ കൊല്ലപ്പെട്ടു പോയ മുസ്ലിം സഹോദരങ്ങളുണ്ട് റഹ്മാനെ. ധാരാളം കുട്ടികളുണ്ട് റഹ്മാനെ. ധാരാളം ഉമ്മമാരുണ്ട് റഹ്മാനെ. അള്ളാഹുവെ, അവരുടെ പരലോകത്ത് നീ വിജയം നൽകണം റഹ്മാനെ. അള്ളാഹുവെ, ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് അവരെ നീ സംരക്ഷിക്കണേ റഹ്മാനെ. അവർക്ക് സ്വതന്ത്രമായി അവരുടെ നാടുകളിൽ ജീവിക്കാനുള്ള തൗഫീഖ് നീ നൽകണം റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണം റഹ്മാനെ. അള്ളാഹുവെ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹുവെ ശിഫ നൽകണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾ വേർപെട്ടു പോയ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ അവർക്കെല്ലാം നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണം റഹ്മാനെ. അവരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾ നൽകിയിട്ടുള്ള സദഖകളും മറ്റുമൊക്കെ നീ ഞങ്ങൾ സ്വീകരിക്കണേ റഹ്മാനെ. മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി പുണ്യം കിട്ടുന്നതിന് വേണ്ടി അവരുടെ മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി നൽകിയിട്ടുള്ള എല്ലാ സദഖകളും നീ സ്വീകരിച്ചതിന്റെ പ്രതിഫലം അവർക്ക് നൽകണം റഹ്മാനെ. അള്ളാഹു, ഈ വിശാലമായ പള്ളിക്ക് വേണ്ടി പണിയെടുത്ത് ചെലവഴിച്ച ഒരുപാട് ആളുകളുണ്ട് റഹ്മാനെ. അവർക്ക് അതിന്റെ പ്രതിഫലം നൽകണം റഹ്മാനെ. അള്ളാഹുവെ, ഇതിനു വേണ്ടി നൽകി ഒരുപാട് ആഗ്രഹത്തോടുകൂടെ അള്ളാഹിന്റെ പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടുള്ള ആളുകൾ, അതിൽ ചില ആളുകളെല്ലാം മരണപ്പെട്ടു പോയവരുണ്ട് റഹ്മാനെ. അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണം റഹ്മാനെ. അവർക്ക് നീ ഇതിന്റെ പ്രതിഫലമായി സ്വർഗത്തിൽ ഭവനം നൽകണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. اللهم أصلح أحوال المسلمين في كل مكان. اللهم أصلح حال إخواننا وأهلينا في فلسطين. اللهم أصلح حال إخواننا وأهلينا في فلسطين. اللهم أصلح حال إخواننا وأهلينا في فلسطين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. صلى الله على محمد وآله وصحبه أجمعين.